ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ലൈഫ് വിത്ത് അമ്മു. വീടൊക്കെ പൂട്ടിയിട്ട് എൻ്റെ വീട്ടിലോട്ട് പോവാണ് കേട്ടോ. ഇവിടെ നിന്ന് നടന്നു പോകാനുള്ള ഒരു ദൂരേ ഉള്ളൂ എൻ്റെ വീട്ടിലോട്ട് പോകുന്നത്. അപ്പോൾ വീട്ടിലോട്ട് പോകുന്ന സമയത്ത് കുറച്ച് നല്ല കാണാൻ കാഴ്ചയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നിങ്ങളെ കൂടി കാണിച്ചു തരാമെന്ന് ഞാനങ്ങ് കരുതി. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ അതേ പോകുന്ന വഴിക്കുള്ള ആദ്യത്തെ കാഴ്ചയാണ് ഇതാണ് നമ്മൾ ഇറങ്ങിപ്പോകുന്ന വഴി. ആ സൈഡിലായിട്ട് കുറേ വാഴ നട്ട് നമ്മൾ വെച്ചിട്ടുണ്ട്. അതിലെല്ലാം കൊലച്ച് വന്നിട്ടുണ്ട്. ഇത് ഇങ്ങോട്ട് നോക്കുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ. ഇവിടെ നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ കൊലച്ച് നിൽക്കുന്നത് കാണാൻ വേണ്ടി ആ വഴി ഇറങ്ങി വരുന്നത് ഇതുപോലൊരു സ്ഥലത്തേക്കാണ്. ഇവിടെ ഇപ്പോഴാണ് കേട്ടോ ഇങ്ങനെ ആക്കിയത്. അതിന് മുന്നേ ആയിട്ട് ഇവിടെ മൊത്തം ഈ കാണുന്നത് പോലെ പച്ചപ്പുകളായിരുന്നു നിറച്ച്. അത് കഴിഞ്ഞിട്ട് പോകുമ്പോഴത്തേക്കും ചെറിയൊരു തോടും വാഴയൊക്കെ നിൽക്കുന്ന സ്ഥലമാണ്. ഇവിടെ പാറയുണ്ട്. ഈ പാറ കഴിഞ്ഞ് വരുന്നതോ ആ കാണുന്ന സ്ഥലത്തായിട്ട് ഒരു കാവാണ് കേട്ടോ. ഇതിനകത്തോട്ട് പോകുമ്പോഴേ കാവ് നമുക്ക് ശരിക്കും കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതുവഴിയാണ് കാവിലോട്ട് പോകുന്നത്. ഇവിടെ വിശേഷ ദിവസങ്ങളിലും പിന്നെ നമ്മുടെ ആയില്യ ദിവസങ്ങളിലൊക്കെയാണ് പൂജ നടക്കുന്നത്. ശരിക്കും ഇവിടെയൊക്കെ കാണുമ്പോൾ ഭയങ്കര വൈബാണ് കേട്ടോ. നല്ല രസമാണ്. ഇങ്ങോട്ടൊക്കെ പോകുമ്പോഴത്തേക്കും കാവിൽ പോകുന്നത് ഈ ഒരു സ്ഥലത്തൂടെയാണ്. അത് കഴിഞ്ഞിട്ട് വരുമ്പോഴും എല്ലാം ഇവിടെ മുമ്പ് വയലായതുകൊണ്ടാണ് ഇങ്ങനെ മൊത്തം കാണുന്നത് പച്ചപ്പുകൾ. ഒറ്റമേനെ കണ്ടപ്പോഴാണ് ഒരു കാര്യം ഓർമ്മ വന്നത്. പണ്ട് ഇങ്ങനെ പറയുമായിരുന്നു, ഒറ്റമേനെ കണ്ട അടി കിട്ടും. അതുകൊണ്ട് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അടുത്തിരിക്കുന്ന 2 ഫ്രണ്ട്സിന്റെ അടുത്ത് പോയി ഒറ്റമേനെ പാസ് അടിക്കുമല്ലേ. അതൊക്കെ ഓർക്കുമ്പോൾ ഇപ്പൊ ചിരി വരും. അപ്പൊ കഥ പറഞ്ഞ് വീടിനടുത്തോട്ട് എത്താറായിട്ട് കുഞ്ഞു പൂക്കളും എല്ലാം നല്ല ഭംഗിയിൽ നിൽക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ വീടെത്തിക്കഴിഞ്ഞു. അപ്പോൾ പോകുന്ന വഴിക്കുള്ള കുഞ്ഞു കുഞ്ഞു കാഴ്ചകൾ ഇതൊക്കെയായിരുന്നു. ഇവിടെ എപ്പോഴും നോക്കിയാലും പ്രാവ് കാണുവേ. ഇങ്ങനെ വീട്ടിൻ്റെ അവിടെയായിട്ട് വന്നിരിക്കും. ഇവിടുത്തെ ഇതിൻ്റെ ടെറസിലൊക്കെ കയറുമ്പോൾ നല്ല വൈബാണ് കേട്ടോ. പക്ഷെ അതൊക്കെ ഞാൻ പിന്നെ കാണിച്ചു തരാം. നല്ല വെയിലുണ്ട് ഇപ്പം. അതുകൊണ്ട് ഞാൻ അങ്ങോട്ടൊന്നും കയറുന്നില്ല. നല്ല വെയിലുണ്ടായിരുന്നത് കൊണ്ട് തന്നെ കുറച്ചൊന്ന് ക്ഷീണിച്ചു. കാരണം വെയിൽ കൊണ്ടിട്ടാണ് കേട്ടോ. നടന്ന് ക്ഷീണിച്ചെന്ന് പറയാൻ പറ്റത്തില്ല, കാരണം ഇവിടെ അടുത്തല്ലേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ടാറ്റാ.